ശ്രീ ടി സിദ്ദിഖ്, ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് നടന്നതാണ്. ഏതാണ്ട് 5 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഏതാണ്ട് അതേ സമയത്ത് നടന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകളാവുന്നു. ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ, ഈ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് അതിൽ എന്തെങ്കിലുമൊക്കെ ചില നീക്കുപോക്കുകൾ എന്ന മട്ടിൽ പറയാവുന്ന നടപടിയെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരം കേസുകളിൽ ഇപ്പോൾ ആദിവാസികൾ ഇരകളാകുന്ന, അവർ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഇത്തരം ആരോപണങ്ങൾ, പരാതികൾ ഒക്കെ വരുമ്പോൾ പോലീസിന് ഒരു സാമട്ടാണ്, നമുക്ക് നോക്കാമെന്നുള്ള സമീപനമാണ്. അതിന് തുടർച്ചയായി ഇങ്ങനെ സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ പോലീസ് ഇടപെടൂ എന്നതാണ്. ഇനിയിപ്പോൾ പോലീസ് ഇടപെട്ട കേസാണല്ലോ മധുവിൻ്റേത്. പരസ്യമായി കെട്ടിയിട്ട് വിചാരണ നടത്തി തല്ലിക്കൊന്നിട്ട് എന്തായി? ആ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലാകെ അട്ടിമറിയുടെ പരമ്പരകൾ നമ്മൾ കണ്ടതാണ്. ആ അമ്മയ്ക്കും സഹോദരിക്കും കോടതികളുടെ മുഴുവൻ വരാന്തകളിലൂടെ ദീർഘദിവസങ്ങൾ നടക്കേണ്ടി വന്നതാണ്. അവർക്ക് നീതിയുടെ ഒരു കണിക, ഒരു വെളിച്ചമെങ്കിലും കാണാൻ. അപ്പോൾ നമ്മളൊക്കെ പരിഷ്കൃത സമൂഹമെന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നു. നമ്മളൊക്കെ അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കൺമുന്നിൽ നടക്കുന്നത് ഇതാണ്. ഇപ്പോൾ താങ്കൾ വയനാട്ടിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ്. താങ്കൾക്ക് ആ മേഖലയിലെ പ്രശ്നങ്ങൾ കുറെ കൂടി നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്തരക്കാർക്ക് പോലീസിൽ നിന്നും മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായം കൂടിയല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഇത്തരം കൊടും ക്രൂരതകൾ ആവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യുന്നത്. വലിയ സാമൂഹ്യ പരിഷ്കരണത്തിന് ശ്രീനാരായണ ഗുരുദേവനെ പോലെ, അയ്യങ്കാളിയെ പോലെ, മന്നത്ത് പത്മനാഭനെ പോലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സഹോദരൻ അയ്യപ്പനെ പോലെ ഒരു ഉഴുതുമറിക്കപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളോട് നമ്മൾ കാണിക്കുന്ന സമീപനം, മനുഷ്യർ കാണിക്കുന്ന സമീപനം ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ആധുനിക സമൂഹത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, പ്രിമിറ്റീവ് ട്രൈബ്സ് ഉണ്ട്, കാട്ടുനായ്ക്ക ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ജീവിതം, ആധുനിക ജീവിതത്തിൻ്റെ ശൈലിയിലേക്ക് കടന്നു വരാത്തതായിരിക്കുന്ന ആദിവാസി കമ്മ്യൂണിറ്റി ഉണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്ന കമ്മ്യൂണിറ്റി ഇവരാണ്. ഇവരെ അരികുവൽക്കരിക്കുന്നതിന് പകരം ഇവരെ ചേർത്ത് നിർത്തുകയും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ, ഇവരോട് അതിക്രമം കാണിച്ചാൽ, ഇവരോട് മനുഷ്യാവകാശ ലംഘനം കാണിച്ചാൽ, ഇവരോട് ക്രൂരമായി പെരുമാറിയാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അനുഭവിക്കാനുള്ളത് ഇതാണ്, ക്രിമിനലുകൾക്ക് അനുഭവിക്കാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞ് 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുക്കാൻ പ്രത്യേകമായ നടപടി സ്വീകരിക്കേണ്ട ഒരു വിഭാഗമാണ് ആദിവാസി സമൂഹം എന്നുള്ളത്. ഞാൻ വളരെ സങ്കടകരമായി പറയുന്നു, ഏറ്റവും ക്രൂരമായ ആക്രമണം നടക്കുന്നത് ഈ വിഭാഗത്തിനെതിരെയാണ്. അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ പ്രതികൾ രക്ഷപ്പെടുന്ന, പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന അതീവ വിഷമകരമായ സാഹചര്യമാണ് നമ്മൾ മധുവിൻ്റെ കേസിൽ കണ്ടത്. വിശ്വനാഥൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിശ്വനാഥൻ മരിച്ചതിനെ തുടർന്ന് എൻക്വയറി, ആ എൻക്വയറി നടത്താൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എൻക്വയറി നടന്നു. ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ല. ഒരു പ്രതി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെട്ടതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മന്ത്രി ഉൾപ്പെടെ വന്നിരുന്നു. ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ മാതൻ, ഇന്നലെ വിശ്വനാഥൻ, അതിനു മുമ്പ് മധു, അതുപോലെ നിരവധി ആളുകൾ. ഈ മാതൻ്റെ വിഷയം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് സമൂഹത്തിലെ മറ്റുള്ളതായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? അവിടെ അന്വേഷിക്കാൻ ആളുണ്ടാവും. അതാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങളിൽ പോലീസ് ഒന്ന് അനങ്ങുകയെങ്കിലും ചെയ്യൂ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാതൻ്റെ കേസിൽ കണ്ടത്. ഇപ്പോൾ പാർലമെന്റ് തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പാണ് ശ്രീ കെ രാധാകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കണം, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പ്രതികരിക്കുന്നവരുടെ ആത്മാർത്ഥത കൂടി ചോദ്യം ചെയ്യുന്നതാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്, അതിന്മേൽ നടപടിയില്ലാത്തത്, കുറ്റക്കാർ രക്ഷപ്പെടുന്നത്, പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നത്, ഈ പറയുന്ന അപലപിച്ച് രംഗത്തെത്തുന്നവരുടെ കൂടി ആത്മാർത്ഥതയെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികൾക്കും അത് ബാധകമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നടപടികൾ ഉണ്ടാകും, ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.